എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് എന്ന ഭാഗത്തിലെ ഫസ്റ്റ് പാർട്ടായ ഇൻട്രൊഡക്ഷൻ ഓഫ് ബാങ്കിങ് ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ബാങ്കിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബാങ്ക് എന്നും ബാങ്ക് എന്ന പദം ഏതെല്ലാം പദങ്ങളിൽ നിന്ന് ഡിറൈവ് ചെയ്തു വന്നതാണ് എന്നും ബാങ്ക്റപ്റ്റ് എന്താണ് എന്നും ഇൻസോൾവെന്റ് ആരാണ് എന്നും അതുപോലെ മോഡേൺ ബാങ്കിങ് എവിടെ നിന്ന് ഒറിജിൻ ചെയ്തു വന്നു എന്നുള്ളതും ബാങ്കർ ആരാണ് എന്നുള്ളതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ? ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ബാങ്കിങ്. ഫസ്റ്റ് നമ്മൾ ബാങ്കിങ്ങിന്റെ ഇൻട്രൊഡക്ഷനും ഇവല്യൂഷനാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ബാങ്ക്. ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്, ബാങ്കിന്റെ പ്രവർത്തനം എന്താണ്, ബാങ്ക് എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബാങ്ക്? ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓതറൈസ്ഡ് ടു കളക്ട് പീപ്പിൾസ് സേവിങ്സ് ഓർ ഡെപ്പോസിറ്റ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ദോസ് അണ്ടർ ദ കണ്ടീഷൻ ഓഫ് റിട്ടേണിംഗ് വെൻ ദ ഡെപ്പോസിറ്റർ ഡിമാൻഡ്. എന്ന് വെച്ചാൽ എന്താ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്യുന്നു? പല വ്യക്തികളുടെയും സേവിങ്സും ഡെപ്പോസിറ്റുകളും സ്വീകരിക്കുക. എന്തടിസ്ഥാനത്തിലാണ്? അവരെപ്പോഴാണോ ആ എമൗണ്ട് തിരിച്ചു ചോദിക്കുന്നത്, അവരെപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത്, ആ സമയത്ത് തിരിച്ചു കൊടുക്കാം എന്ന ഉറപ്പിൽ സ്വീകരിക്കാം. എന്നിട്ട് ആ ക്യാഷ് അവരെന്താ ചെയ്യുക? ലെൻഡിങ് ദോസ് അണ്ടർ ദ കണ്ടീഷൻ. ലെൻഡിങ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ലോണായിട്ട് ലെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് എന്ത് പറയുന്നത്? ബാങ്ക് ചെയ്യുന്ന പ്രവർത്തനം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് പല ആൾക്കാരുകളിൽ നിന്നും ഡെപ്പോസിറ്റും സേവിങ്സും സ്വീകരിച്ചിട്ട് ആവശ്യക്കാർക്ക് ലോണായിട്ട് കൊടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? ബാങ്ക് ചെയ്യുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ, ക്യാഷ് എപ്പോഴാണോ അവർ തിരിച്ചു ചോദിക്കുന്നത് ആ സമയത്ത് തിരിച്ചു കൊടുത്തുകൊള്ളാം എന്ന ഉറപ്പിലാണ് അവർ ഈ എമൗണ്ട് മറ്റ് വ്യക്തികൾക്ക് ലെൻഡ് ചെയ്യുന്നത്. Okay, an institution authorized to collect pupils' savings or deposit for the purpose of lending those under the condition of the returning when the depositors demand. ഡെപ്പോസിറ്റർ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ സമയത്ത് അയാളുടെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സേവിങ്സ് തിരിച്ചു കൊടുക്കാം എന്ന ഉറപ്പോടുകൂടി മറ്റുള്ള വ്യക്തികൾക്ക് ആ ക്യാഷ് എടുത്ത് ലോണായിട്ട് കൊടുക്കുന്ന പ്രക്രിയയാണ് ബാങ്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻ ഓഫ് ദ വേർഡ് ബാങ്ക്. ബാങ്ക് എന്ന വാക്ക് ഏത് വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്, ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണം ഇറ്റാലിയൻ വേർഡായ ബാങ്കോ എന്ന വാക്കിൽ നിന്നും, ഫ്രഞ്ച് വേർഡായ ബാങ്ക്യൂ എന്ന വാക്കിൽ നിന്നും, ലാറ്റിൻ വേർഡായ ബാങ്കസ് എന്ന വാക്കിൽ നിന്നും ആണ് എന്ത് വന്നിട്ടുള്ളത്? ബാങ്ക് എന്ന് പറയുന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. പൊതുവായിട്ട് ഈ മൂന്ന് വാക്കിന്റെ മീനിങ് എന്താ വരുന്നത്? ബെഞ്ച് എന്നാണ്, അല്ലെങ്കിൽ ഓർ ടേബിൾ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ടേബിൾ. എല്ലാം ബെഞ്ച് എന്ന അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് വരുന്നത്? ബാങ്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നത്. ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റാലിയൻ വേർഡായ ബാങ്കോ, ഫ്രഞ്ച് വേർഡായ ബാങ്ക്യൂ, ലാറ്റിൻ വേർഡായ ബാങ്കസ്. ഈ മൂന്ന് വാക്കിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ആ മൂന്ന് വാക്കിന്റെയും മീനിങ് എന്താണ്? ടേബിൾ അല്ലെങ്കിൽ ബെഞ്ച്. ബെഞ്ചാണ് ആ മൂന്ന് വാക്കിന്റെയും മീനിങ്. ലാസ്റ്റ് വണ് ജർമ്മൻ വേർഡായ ബാങ്ക്. നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മീനിങ് ആണ് ജർമ്മൻ വേർഡായ ബാങ്ക്. ഹീപ്പ് ഓഫ് മണി, കുന്നുകൂടി കിടക്കുന്ന പണം അല്ലെങ്കിൽ ഒരു കൂട്ടം പണം, അതാണ് ഹീപ്പ് ഓഫ് മണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജർമ്മൻ വേർഡായ ബാങ്ക് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇറ്റാലിയൻ വേർഡായ ബാങ്കോ, ഫ്രഞ്ച് വേർഡായ ബാങ്ക്യൂ, ലാറ്റിൻ വേർഡായ ബാങ്കസ്. ഈ മൂന്ന് വാക്കിന്റെയും മീനിങ് എന്താ? ബെഞ്ച് എന്നാണ്. ജർമ്മൻ വേർഡായ ബാങ്ക്, ബാങ്കിന്റെ മീനിങ് എന്താ? ഹീപ്പ് ഓഫ് മണി ഓർ ജോയിന്റ് സ്റ്റോക്ക് ഫണ്ട്. ഹീപ്പ് ഓഫ് മണി ഓർ ജോയിന്റ് സ്റ്റോക്ക് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പണം അല്ലെങ്കിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന പണം എന്നാണ് അർത്ഥം. ഇനി ഈ ബെഞ്ച് എന്ന കൺസെപ്റ്റ് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്യുന്നറിയോ? ഇയർലി ജൂയിഷ് മണി ലെൻഡേഴ്സ് എന്താ ചെയ്യുന്നത്? ലംബാഡി എന്ന സ്ഥലത്ത്, ഇറ്റലിയിലെ ലംബാഡി എന്ന സ്ഥലത്ത് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ? ഒരു ബെഞ്ചിടും. ബെഞ്ചിട്ടിട്ട് അവിടെ നിന്നിട്ട് ഒരു മാർക്കറ്റിൽ പോയിട്ട് ഒരു ബെഞ്ചിടും. ആ പ്ലേസിൽ അവരെന്ത് ചെയ്യും? അവരുടെ പണം എക്സ്ചേഞ്ച് ചെയ്യും. പണവും ബില്ലൊക്കെ എക്സ്ചേഞ്ച് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനു വേണ്ടിയിട്ട് ഒരു ബെഞ്ച്
ഇട്ടിട്ടായിരുന്നു അവർ കാര്യങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ആ വേർഡിന്റെ അർത്ഥം ബെഞ്ച് എന്ന് വന്നത്. ഈ ഗോൾഡ് സ്മിത്ത് ഒക്കെ അല്ലേ നമ്മളെ സ്വർണ്ണ പണിക്കാരും സ്വർണ്ണം ഉണ്ടാക്കുന്നവരൊക്കെ എന്ത് ചെയ്യും, അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ട് അവരുടെ സ്വർണം വിൽക്കും ചെയ്യും, വാങ്ങുകയും ചെയ്യും. ആ മറ്റുള്ളവരുടെ നിന്ന് സ്വർണം സ്വീകരിക്കും ചെയ്യും, അതുപോലെ അവരെ സ്വർണം വിറ്റിട്ട് ക്യാഷ് വാങ്ങുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെ കയ്യിൽ കൂടുതൽ പണം വന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു എന്നറിയോ, ഈ പണം പലിശക്ക് കൊടുക്കാൻ തുടങ്ങി. എന്ത് ചെയ്തു, ഈ പണം പലിശക്ക് കൊടുത്തിട്ട് അവരൊരു വരുമാന മാർഗമാക്കി മാറ്റാൻ തുടങ്ങി ആ ബെഞ്ചിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇറ്റാലിയൻ വേർഡായ ബാങ്കോക്ക് ബെഞ്ച് എന്നർത്ഥം വന്നത്. ഏർലി ജൂവിഷ് മണി ലെൻഡേഴ്സ് ഇൻ ലാംബർഡി ഇറ്റലി യൂസ്ഡ് ബെഞ്ചസ് ഇൻ ദ മാർക്കറ്റ് പ്ലേസസ് ടു എക്സ്ചേഞ്ച് മണി ഓർ ബിൽസ്. അവരുടെ പണം എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിൽസോ പണമൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ലംബാഡി എന്ന സ്ഥലത്ത് ഒരു ബെഞ്ച് ഇട്ടിട്ട് അവരെന്ത് ചെയ്തു, അവരെ കാര്യങ്ങൾ നടത്തി. അന്ന് ബാങ്കിന് പകരം അവിടെ ബെഞ്ചായിരുന്നു. എക്സ്ചേഞ്ച് ചെയ്യാനും പണം കൊടുക്കാനും വാങ്ങാനും സാധനങ്ങൾ ഗോൾഡ് കൊടുക്കാനും വാങ്ങാനും അത് സൂക്ഷിച്ചു വെക്കാനും അവർക്കൊരു ബോക്സ് ഒക്കെ ഉണ്ടാവും, സേഫ് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ബാങ്കോ എന്ന വാക്കിന്റെ മീനിങ് ബാങ്കിന് കൊടുത്തത്, ബെഞ്ച് എന്ന അടിസ്ഥാനത്തിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബാങ്ക്റപ്റ്റ് എന്താണെന്നുള്ളതാണ്. ബാങ്ക്റപ്റ്റ് എവിടെ നിന്നാണ് ഒറിജിനായി വന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ബാങ്ക്റപ്റ്റ് എന്താ? ഇഫ് എ ബാങ്കർ ഫെയിൽസ്, ഒരു ബാങ്കർ ഫെയിൽ ആവുകയാണ്, അപ്പൊ എന്താ ചെയ്യുക? ഹിസ് ബെഞ്ച് വാസ് ബ്രോക്കൺ ബൈ പീപ്പിൾ. അയാളുടെ ബെഞ്ച് ചെയ്യും, എന്ത് ചെയ്യും, അവിടുത്തെ ജനങ്ങളെല്ലാവരും പാടെ തച്ച് തകർക്കും. ഈ ബാങ്കർ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഒരു ബെഞ്ചിട്ട് ബാങ്കിങ് ബിസിനസ് നടത്തിയിരുന്ന ആളാണല്ലോ. എന്ന് വെച്ചാൽ ബില്ലും മണിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിരുന്ന ആളാണ്. ഗോൾഡുകൾ കൊടുക്കും വാങ്ങും, മറ്റുള്ളവരുടെ പണം ഇൻവെസ്റ്റ് ആയിട്ട് ഒരു ബോക്സിലിട്ട് സൂക്ഷിച്ചിരുന്ന ആളാണ് ഈ ബാങ്കർ എന്ന് പറയുന്നത്. ഒരു ബെഞ്ചായിരുന്നു അന്ന് ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ ഇരുന്ന് ഒരു കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പണ്ട് കാലങ്ങളിൽ ഒരു മാർക്കറ്റിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടാണ് ചെയ്തിരുന്നത്. അതാണ് ഹിസ് ബെഞ്ച് വാസ് ബ്രോക്കൺ ബൈ പീപ്പിൾ എന്ന് പറയുന്നത്. ആ ബാങ്കായി കൺസെപ്റ്റ് ചെയ്യുന്ന അന്ന് എന്താണ്, ഒരു ബെഞ്ചിനാണ്. ബാങ്കായിട്ട് നമ്മൾ കാണുന്നത് അന്ന് എന്താണ്, ഒരു ബെഞ്ചാണ്. ആ ബെഞ്ച് തകർക്കുക. അയാള് ഫെയിൽ ആവുമ്പോൾ, അയാളുടെ കയ്യിലുള്ള പണം തീരുമ്പോൾ, അല്ലെങ്കിൽ അയാൾ ഫെയിൽ ആവുമ്പോൾ, ആ ബിസിനസ്സിൽ ഫെയിൽ ആവുമ്പോൾ അവരുടെ എന്ത് ചെയ്യും, അവരുടെ ബെഞ്ച് തകർക്കും, ജനങ്ങൾ തകർക്കും. അതാണ് ബാങ്ക്റപ്റ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. മീൻസ് ബാങ്ക്റപ്റ്റ് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ലോസ്റ്റ് വെൽത്ത്, മണി ഓർ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഒരു വ്യക്തി അയാളുടെ പണവും ഫിനാൻഷ്യൽ റിസോഴ്സസും ഒക്കെ എപ്പോഴാണോ ലോസ് ചെയ്യുന്നത്, നഷ്ടപ്പെടുത്തുന്നത്, നഷ്ടമാവുന്നത്, ആ അവസ്ഥയെയാണ് എന്ത്, ബാങ്ക്റപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? എ പേഴ്സൺ ഹു ലോസ്റ്റ് വെൽത്ത്, മണി ഓർ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ റിസോഴ്സസും പണവും എല്ലാം എപ്പോഴാണോ നഷ്ടപ്പെടുന്നത്, ആ അവസ്ഥയാണ് ബാങ്ക്റപ്റ്റ് എന്ന് പറയുന്നത്. ബാങ്ക്റപ്റ്റ് എന്ന വാക്ക് നമ്മൾ ചിന്തയിൽ വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കും കൂടെ വരണം, ഇൻസോൾവെൻസി. ഇൻസോൾവെന്റ് ആവുക എന്ന് പറയുന്നത്. ഇൻസോൾവെന്റ് ആവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ലാബിലിറ്റി കൂടുതലും അസറ്റ് കുറവാവുക. അയാളുടെ വരുമാനങ്ങൾ, അയാളുടെ പണവും കാര്യങ്ങളും കുറവായിട്ട് അയാൾക്ക് കൊടുക്കാനുള്ള കടബാധ്യതകളും മറ്റ് ബാധ്യതകളെല്ലാം കൂടുന്ന അവസ്ഥയാണ് ഇൻസോൾവെന്റ് ആവുക എന്ന് പറയുന്നത്. ആ ഇൻസോൾവെന്റും ബാങ്ക്റപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ഇൻസോൾവെന്റ് ആയ ആളെ ലീഗലി പറയുന്നതിനെയാണ് ബാങ്ക്റപ്റ്റ്, അല്ലെങ്കിൽ ഒഫീഷ്യലി അയാളെ പറയുന്നതാണ് ബാങ്ക്റപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് 2016 ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് വന്നിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് 2016 മുതലാണ് വന്നിട്ടുള്ളത്. മനസ്സിലായില്ല ബാങ്ക്റപ്റ്റ് എന്താന്ന്? ബാങ്ക്റപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ബെഞ്ചിൽ കച്ചവടം നടത്തുന്ന വ്യക്തിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുക, അയാളെ ഫിനാൻഷ്യൽ അവസ്ഥ ലോസ് ആവുക, അയാൾ ഫെയിൽ ആവുക, ആ ബിസിനസ്സിൽ അയാൾ ഫെയിൽ ആവുക. ആ സമയത്ത് എന്ത് ചെയ്യും? അയാളുടെ ബെഞ്ച് തകർക്കും. അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ടു പോയാൽ, അയാൾ മരിച്ചു പോയാലും ആ ബെഞ്ച് തകർക്കും. അതാണ് ബാങ്ക്റപ്റ്റ് എന്ന് പറയുന്നത്. ബാങ്ക്റപ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? എ പേഴ്സൺ ഹു ലോസ്റ്റ് വെൽത്ത്, മണി ഓർ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഒരു വ്യക്തിയുടെ വെൽത്തും പണവും ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ നഷ്ടമാവുന്ന അവസ്ഥയാണ് ബാങ്ക്റപ്റ്റ് എന്ന് പറയുന്നത്. ഇൻസോൾവെന്റ് എന്ന് പറയുന്നത് ലാബിലിറ്റി അസറ്റിനെക്കാട്ടിലും കൂടുന്ന അവസ്ഥയാണ്. അയാളെ ലീഗലി പറയുന്നതാണ് ബാങ്ക്റപ്റ്റ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഒറിജിൻ ഓഫ് മോഡേൺ ബാങ്കിങ് എന്ന് വെച്ചാൽ മോഡേൺ ബാങ്കിങ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്, മോഡേൺ സെൻസിൽ ബാങ്കിങ് വന്നത് ഇറ്റലിയിൽ നിന്നാണ് എന്നാണ്. ഒറിജിൻ ഓഫ് മോഡേൺ ബാങ്കിങ് ട്രേസ്ഡ് ബാക്ക് ടു ഇറ്റലി ഇൻ ദ മിഡിൽ ഏജസ്.
ഇതിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. എന്താണ് ബാങ്ക് എന്ന് പറയുന്നത്? എന്താണ്? എ ലിങ്ക് ബിറ്റ്വീൻ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ആണ് ബാങ്ക് എന്ന് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ ലിങ്ക് ബിറ്റ്വീൻ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ് എന്ന് വെച്ചാൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ചാൽ, ലിങ്കിൻ്റെ സ്ഥാനത്ത് ഓപ്ഷനിൽ വരിക ചിലപ്പോൾ ഏജൻറ്റ് അല്ലെങ്കിൽ ബ്രോക്കർ അങ്ങനെയൊക്കെ ആയിരിക്കും. അതിൻ്റെ ശരിക്കുള്ള ആൻസർ എന്താ? എ ലിങ്ക് ബിറ്റ്വീൻ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ആണ് എന്ത്? ബാങ്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാക്കാം, ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുടെ പൈസ വാങ്ങിയിട്ട് അത് ആവശ്യക്കാർക്ക് ലോണായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തിക്കും ഈ ലോണ് വാങ്ങുന്ന വ്യക്തിക്കും ഇടയിലുള്ള ലിങ്കാണ് എന്ത്? ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. എ ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് മണി ഓർ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ബാങ്ക് എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് പണവും കടവും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? ബാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ് ഈസ് കോൾഡ് എ ബാങ്കർ. ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന വ്യക്തി ആരാണോ അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാങ്കർ എന്ന് വിളിക്കുന്നത്. ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ പണമുള്ള ആൾക്കാരുടെ പണം ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിച്ച് അത് മറ്റുള്ള ആവശ്യക്കാർക്ക് ലോണായിട്ട് കൊടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? ബാങ്കിങ് ബിസിനസ് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അതൊന്നെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കുക അല്ലെങ്കിൽ ലോണാക്കി കൊടുക്കുക. ഇതാണ് ബാങ്ക് ചെയ്യുന്ന പ്രവർത്തനം. ആ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിനെ എന്താ നമ്മൾ പറയാ? ബാങ്കർ. എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ് ഈസ് കോൾഡ് ബാങ്കർ. ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഇന്ന് കാര്യമായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബാങ്ക് എന്നതാണ്. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്ത്? വാട്ട് ഈസ് ബാങ്ക്? ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓതറൈസ്ഡ് ടു കളക്ട് പീപ്പിൾസ് സേവിങ്സ് ഓർ ഡെപ്പോസിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ദോസ് അണ്ടർ ദ കണ്ടീഷൻ ഓഫ് റിട്ടേണിംഗ് വെൻ ദ ഡെപ്പോസിറ്റർ ഡിമാൻഡ്. ഡെപ്പോസിറ്റർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് തിരിച്ചു കൊടുത്തുകൊള്ളാം എന്ന ഉറപ്പോടുകൂടി ആ ക്യാഷ് ആവശ്യക്കാർക്ക് ലോണായിട്ട് ലെൻഡ് ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? ബാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെറിവേഷൻ ഓഫ് വേർഡ് ബാങ്ക്. ബാങ്കിന്റെ ഡെറിവേഷൻസ്. ഒന്ന് ഇറ്റാലിയൻ വേർഡായ ബാങ്കോ, ഫ്രഞ്ച് വേർഡായ ബാങ്കു, ലാറ്റിൻ വേർഡായ ബാങ്കസ്, മൂന്നും അർത്ഥമാക്കുന്നത് ബെഞ്ച്, ലാസ്റ്റ് ജർമ്മൻ വേർഡായ ബാങ്ക്. ഇപ്പോഴത്തെ നമ്മുടെ ബാങ്കിന്റെ കണ്ടീഷനിൽ ഏറ്റവും യോജിച്ച ഡെറിവേഷൻ ബാങ്ക് ജർമ്മൻ വേർഡായ ബാങ്ക് ആണ്. ഹീപ്പ് ഓഫ് മണി ഓർ ജോയിന്റ് സ്റ്റോക്ക് ഫണ്ട്. ഹീപ്പ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ പണത്തിന്റെ കൂട്ടം. പിന്നെ നമ്മൾ പറഞ്ഞത് ബെഞ്ച് എന്ന വാക്ക് എങ്ങനെ വന്നെന്നുള്ളത്. ബാങ്കോ എന്നുള്ള ബെഞ്ചിന്. ഇയർലി ജൂയിഷ് മണി ലെൻഡേഴ്സ് ഇൻ ലംബർക്കി ഇറ്റലി യൂസ്ഡ് ബെഞ്ചസ് ഇൻ മാർക്കറ്റ് പ്ലേസസ് ടു എക്സ്ചേഞ്ച് മണി ഓർ ആൻഡ് ബിൽസ്. അവരുടെ പണവും ബിൽസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലംബാഡി എന്ന സ്ഥലത്ത്, ഇറ്റലിയിലെ ലംബാഡി എന്ന സ്ഥലത്ത് ഒരു ബെഞ്ച് ഇട്ട് അവരവരുടെ ബാങ്കിങ് ബിസിനസ് നടത്തി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ബാങ്ക്രപ്റ്റ് എന്താണ്? ബാങ്ക്രപ്റ്റ് എന്നാൽ ഈ ബാങ്കർ, ഇഫ് എ ബാങ്കർ ഫെയിൽസ് ഹിസ് ബെഞ്ച് വാസ് ബ്രോക്കൺ ബൈ പീപ്പിൾ. ആ ബാങ്കർ ഫെയിൽ ആവുകയാണെങ്കിൽ അയാളുടെ ബെഞ്ച് എന്ത് ചെയ്യും? ജനങ്ങൾ വന്നിട്ട് തകർക്കും. ബാങ്ക്രപ്റ്റ് എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഹു ലോസ്റ്റ് വെൽത്ത്, മണി ഓർ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ റിസോഴ്സസും പണമെല്ലാം നഷ്ടമാവുന്ന അവസ്ഥയാണ് ബാങ്ക്രപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് മോഡേൺ ഒറിജിനിൽ ബാങ്കിങ് എന്ന് പറയുന്നത്. മോഡേൺ സെൻസിൽ ബാങ്കിങ് വന്നത് എവിടുന്ന? ഇറ്റലിയിൽ നിന്ന്. ഒറിജിൻ ഓഫ് മോഡേൺ ബാങ്കിങ് ട്രേസ്ഡ് ബാക്ക് ഇറ്റലി എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ് ഈസ് കോൾഡ് ബാങ്കർ. ആരാണോ ബാങ്കിങ് ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുന്നത് ആ വ്യക്തിയെ നമ്മൾ ബാങ്കർ എന്ന് പറയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.